ോടുള്ള സ്നേഹമാണ് നമ്മൾ പോളിടെക്നിക് കോളേജ് കൈമൻ അല്ലേ. സ്നേഹം നമ്മുടെ അടുത്ത് പറയും ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒരാളുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെ സ്നേഹം എന്ന് പറഞ്ഞു കൊടുത്തേ. ആദ്യമായിട്ട് അക്നോളജ്മെന്റ് ആണ്. ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതായിരിക്കില്ല ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി. അപ്പം നമ്മൾ അവരുടെ മനസ്സിലാക്കി അവരോട് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. ചിലപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഓരോ വാക്കും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനോടെ അവരോട് സംസാരിക്കണം. പിന്നെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്ട് ചെയ്യണം. ഈ റെസ്പെക്ട് ഉള്ളപ്പോഴേ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ. ലവ് അൺകണ്ടീഷണലി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ പ്രോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഒരു ടീമിലായിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം അവർ കുറച്ച് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. പിന്നെ വേറെന്താണ്, നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല. ഒരു ടീമിലാകുമ്പോഴത്തേക്ക് ഒരാളെ കളിയാക്കണം. ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഒരു ബോഡി ഷേപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാൻ പാടില്ല അല്ലേ. പിന്നെ ഏത് സമയം നിങ്ങൾക്ക് കോളേജിൽ നിന്നൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നില്ല കോളേജിൽ 4-5 പേര് കൂട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ അങ്ങനെയല്ല, എല്ലാവരുടെ റിലേഷൻഷിപ്പ് ചെയ്യണം അല്ലേ. പിന്നെ വേറെന്താ, പിന്നെ ട്രസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ അവരെ ചെയ്യുമെന്ന് കരുതിയിട്ട് എന്തെങ്കിലും അല്ല, ട്രസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളെല്ലാം സംശയമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല അല്ലേ. വേറെ നമ്മൾ പഠിച്ചു എന്തെങ്കിലും ഒരു കാര്യം അവരായിട്ട് ഇങ്ങോട്ട് ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ മടിച്ചിരിക്കാതെ അതൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലേ. നമ്മൾ അവരെല്ലാം ചെയ്യുന്ന പ്രതീക്ഷ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ടീമാകുമ്പോൾ അല്ലേ. നമ്മൾ അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അവരും ചെയ്യണം. ഇതിനകത്ത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാത്ത എന്താണ്, ഈഗോ ഉള്ളതാണ് അല്ലേ. ഞാനാണോ വലിയ ആള്, ഇയാളാണോ വലിയ ആളാണോ അല്ലേ. അപ്പം സ്നേഹയ്ക്ക് അങ്ങനെ ഈഗോ ഉണ്ടെങ്കിൽ സ്നേഹം അടുത്ത സുഹൃത്തിനോട് ചോദിക്കില്ല അല്ലേ. പിന്നെ വേറെന്താ, പിന്നെ നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ആലോചിച്ച് അവരങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്, അവരങ്ങനെയായിരിക്കും നമ്മളോട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ അസ്യൂം ചെയ്ത് അവരെ ഓവർ തിങ്ക് ചെയ്യാൻ കുളവാക്കാം അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത് WHO പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു സ്കില്ലാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജോലി സ്ഥലത്തോട്ട് ഇനി പോകാൻ പോകുമ്പോൾ അല്ലെ, ജോലിയിലൊക്കെ എടുക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ ജോലിയിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ പോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണ് നമ്മൾ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലേ. ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്.